ഹലോ എവരി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് 3 ടഫ് ഫിക്സ്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 ടഫ് ഫിക്സ്ചർ നമ്മൾ കംഫർട്ടബിളി തന്നെ ജയിച്ചിരിക്കുന്നു. ഒന്ന് ഓഫ് കോഴ്സ് ടോട്ടനം, 2 ബയർ മ്യൂണിക്ക്. ബയർ മ്യൂണിക്ക് ഗെയിം കഴിഞ്ഞതിന് ശേഷം കിമിച്ച് പറഞ്ഞ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും മൈൻഡ് ആക്കണ്ട, വിട്ടേര്. സോ ദാറ്റ് ഷോസ് എന്താണ് ഹൗ ഇറിറ്റേറ്റഡ് ദീസ് പ്ലെയേഴ്സ് ആർ നമ്മുടെ ഗെയിമിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ ഇറ്റ്സ് ക്ലിയർലി ഷോയിങ്. അതായത് അവരെല്ലാം ഇറിറ്റേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു തോൽവിയിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ ഇറ്റ്സ് വെരി ക്ലിയർ. അവർ നമ്മൾ കളിച്ച ഫുട്ബോളല്ല എന്നൊക്കെയാണ് പറയുന്നത്, ലോങ് ബോൾസ് ആണ്. അവരുടെ ഫസ്റ്റ് ഗോൾ ലോങ് ബോളിൽ നിന്നല്ലേ വന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട്. കല്ലിവല്ലി, അത്രയേ ഉള്ളൂ. നമുക്ക് വി ഹാവ് നെക്സ്റ്റ് ബിഗ് ഗെയിംസ് ടു ഫോക്കസ്, അത്രയേ ഉള്ളൂ. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ചെൽസി വേഴ്സസ് ആർസണൽ, ഫസ്റ്റ് വേഴ്സസ് സെക്കൻഡ്. ഇതിലും വലിയൊരു ബിൽഡപ്പ് ഈ ഗെയിമിനൊന്നും ആവശ്യമില്ല. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗെയിം ദിസ് സീസൺ എന്ന് എടുത്തു പറയാവുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും നാളത്തെ ഗെയിം. കറൻ്റ്ലി 6 points ഗ്യാപ്പാണുള്ളത്. നാളത്തെ കളി ജയിക്കുകയാണെങ്കിൽ നമുക്കത് 9 points ഗ്യാപ്പാക്കാം. നാളത്തെ കളി തോക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ് വെറും 3 point ആയിട്ട് ചുരുങ്ങും. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഗെയിം ഈസ്. ടൈറ്റിൽ റേസിന് ഈ ഗെയിം എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആൻഡ് അനദർ ഗുഡ് തിങ് അബൌട്ട് ചെൽസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ബൂസ്റ്റ് വന്നിരിക്കുകയാണ്. കോൾ പാമർ ഇഞ്ചുറി ഇല്ല, ഹി ക്യാൻ സ്റ്റാർട്ട് ദ ഗെയിം എന്നുള്ളൊരു വലിയൊരു ബൂസ്റ്റ് വന്നിരിക്കുകയാണ്. ദാറ്റ്സ് ഗുഡ് ഫോർ ചെൽസി. ഓഫ് കോഴ്സ് കോൾ പാമർ എന്തോരം ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രൊവൈഡർ, ഗോൾ സ്കോറർ. സോ ഡെഫിനറ്റ്ലി അതൊരു ബിഗ് ബൂസ്റ്റ് തന്നെയായിരിക്കും ചെൽസിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ. സോ ഹൗ ആർസണൽ ക്യാൻ വിൻ ദിസ് ഗെയിം, അല്ലേ? Or how Chelsea plan to win this game? We have to, let's look at it basically. അപ്പോൾ ഇവരുടെ ചെൽസിയുടെ ടീം നോക്കുകയാണെങ്കിൽ അവർക്ക് they have some quality players. സ്റ്റാർട്ടിങ് ബാക്ക് ലൈനിൽ നോക്കുകയാണെങ്കിൽ കുക്കറയ, പിന്നെ മിഡിലേക്ക് വരുമ്പം ജെയിംസ്, കൈസേഡോ, പിന്നെ എസ്റ്റവാവോ, ഫെർണാണ്ടസ്, പിന്നെ നെറ്റോ. ദീസ് പ്ലെയേഴ്സ് ആർ ക്വാളിറ്റി പ്ലെയേഴ്സ്. പിന്നെ ഇതിനടുത്ത് നമുക്ക് എടുത്ത് പറയേണ്ടതാണ് കോൾ പാമർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കോൾ പാമർ ഓൾസോ ഓഫ് കോഴ്സ്. So these players, they are going to be very threatening. പിന്നെ ചെൽസിയുടെ അറ്റാക്കിനെ പറ്റി പറയേണ്ട കാര്യമില്ല. വൺ ഓഫ് ദ ടോപ്പ് സ്കോറേഴ്സിനകത്തുള്ള ടീമാണ്. 23 ഗോൾ അങ്ങോട്ട് ടോട്ടൽ അടിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ഡിഫൻസ് നമ്മുടെ അത്രയും സോളിഡ് അല്ല. അവർ 11 ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു കൺസേണിങ് ഫാക്ടറാണ് ചെൽസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. പിന്നെ ഇപ്പോൾ അധികം റെഡ് കാർഡ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഒരു ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു 3-4 കളി അടുപ്പിച്ച് അവർ റെഡ് കാർഡ് മേടിച്ചായിരുന്നു. സോ ആ ഒരു ഡിസിപ്ലിൻ ഇഷ്യൂ അവർ പതുക്കെ ഫേസ് ഔട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. ദാറ്റ്സ് ഫോർ ഷുവർ. പക്ഷേ എന്നാലും ആ ഒരു ഡിസിപ്ലിൻ ഇഷ്യൂ അവർക്ക് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ അത് പക്ഷേ സൈഡിൽ വെക്കാം തൽക്കാലത്തേക്ക്. ബട്ട് ലുക്കിംഗ് അറ്റ് ദിസ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്, ക്വാളിറ്റി ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്, ഈ പ്ലെയേഴ്സിനെതിരെ അവർ മെയിൻലി അറ്റാക്കിംഗ് ഫോക്കസ്ഡ് ആണ്. ഇറ്റ്സ് വെരി ക്ലിയർ. ആ സ്റ്റാറ്റ്സിൽ നിന്ന് തന്നെ ഇറ്റ്സ് വെരി ക്ലിയർ അവർ ഭയങ്കര അറ്റാക്കിംഗ് ഫോക്കസ്ഡ് ആണ്. ബട്ട് കമ്മിങ് ടു ആർസണൽ, നമ്മുടെ ഡിഫൻസ് ഗാബ്രിയൽ ഔട്ട് ആണെങ്കിൽ പോലും വി മാനേജ്ഡ്. കഴിഞ്ഞ 2 കളിയും വി മാനേജ് വിത്തൗട്ട് ഗാബ്രിയൽ. അത് ചുമ്മാ മാനേജ് അല്ല, വി മാനേജ് റിയലി വെൽ. ഫസ്റ്റ് ഗെയിം പിന്നെ ശരിയാണ്, അത്ര ചാലഞ്ചൊന്നും ഹിൻകപ്പിക്ക് വന്നില്ല. അത്ര പണിയൊന്നും ഇല്ലായിരുന്നു. ഹിൻകപ്പിക്ക് ആയാലും ശരി, മൊസ്കെര ആണെങ്കിലും ശരി, അത്ര വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ആൻഡ് സെക്കൻഡ് ഗെയിം ബയർ മ്യൂണിക് ഗെയിം, MLS-ൻ്റെ ഗെയിം ടൈമോ എന്ത് വേണേൽ പറയാം, MLS-ൻ്റെ ആ മിസ്റ്റേക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആ ഗെയിം ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു ബയർ മ്യൂണിക്കുമായിട്ടുള്ള ഒരു ഗെയിം. സോ ബാക്ക് ഫോർ, ഈവൻ വിത്ത് ഇഞ്ചുറി വി ആർ സ്റ്റിൽ സോളിഡ്. ഗാബ്രിയൽ, നമ്മൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. കഴിഞ്ഞ 2 സീസൺ മുമ്പാണെങ്കിൽ 3 സീസൺ മുമ്പാണെങ്കിൽ നമ്മൾ ഗാബ്രിയൽ ഇഞ്ചുറി ആയി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും, എല്ലാ ആർസണൽ ഫാൻസും വേർക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എ ബിഗ് മിസ്, അല്ലേ? അത് നമ്മൾ കണ്ടതുമാണ്. സലീബ കഴിഞ്ഞ സീസൺ ആണോ എന്ന് ഓർമ്മയില്ല, കഴിഞ്ഞ സീസൺ ആണോ എന്ന് ഓർമ്മയില്ല, ഒരു 2-3 മാസം ഇഞ്ചുറി ആയിട്ട് വെളിയിൽ നിന്നായിരുന്നു. അതിന് നമുക്ക് അടി കിട്ടുകയും ചെയ്തായിരുന്നു. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് പൊസിഷൻ വി ആർ ഇൻ. എന്ന് വെച്ചാൽ ഏതൊരു ബിഗ് പ്ലെയർ ഇഞ്ചുറി ആയാലും അതിന് കവറപ്പ് ചെയ്യാൻ തക്കെയുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് ഇപ്പോൾ ആർസണലിന് വന്നിരിക്കുന്നു. സോ ദാറ്റ്സ് എ ബിഗ് ക്രെഡിറ്റ് ദാറ്റ് വി ഷുഡ് ഗിവ് ടു ബെർട്ട, അർട്ടേറ്റ, അതുപോലെ തന്നെ ആർസണൽ ഫുട്ബോൾ ക്ലബ് ആസ് എ ഹോൾ. നമുക്ക് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഇറ്റ്സ് എ ബിഗ് സല്യൂട്ട് ടു
ആർസണൽ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഈ ഒരു സ്ക്വാഡ് ഡെപ്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡിഫെൻസീവ്ലി നമ്മൾ സോളിഡാണ്, അവർ അറ്റാക്കിൽ അതുപോലെ തന്നെ സോളിഡാണ്. സോ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് അറ്റാക്ക് വേഴ്സസ് ഡിഫെൻസ് എന്ന് പറയാം. ബട്ട് കഴിഞ്ഞ 2 കളിയിൽ നിന്ന്, എസ്പെഷ്യലി കഴിഞ്ഞ 2 കളിയിൽ നിന്ന് വി സ്കോർഡ് എ ലോട്ട് ഓഫ് ഗോൾസ്. ഓപ്പൺ പ്ലേയിൽ നിന്ന് നമ്മൾ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ എസ്പെഷ്യലി ആ ഒരു ക്രിയേറ്റീവ് പാർട്ടിൽ നിന്ന് മെറീനോ ആയാലും ശരി, എസെ ആയാലും ശരി, അവരുടെ ആ ഒരു ഇമ്മാക്കുലേറ്റ് ഫോമിലേക്ക് അവർ ഇങ്ങനെ ഫ്ലറിഷ് ആയി എന്നാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ 2 കളിയിൽ നിന്നും. അത് കണ്ടിന്യൂ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇഞ്ചുറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ബാക്ക് വന്നിട്ടുണ്ട്. കൈ ഹാവർട്സ് തിരിച്ചു വന്നു, മാർട്ടിനെല്ലി തിരിച്ചു വന്നു, ഓഡഗാർഡ് തിരിച്ചു വന്നു, ഹേസൂസ് തിരിച്ചു വന്നു. ബട്ട് ഹീ നീഡ്സ് മോർ ഗെയിം ടൈം. ബിഹൈൻഡ് ദ ഡോർസിൽ കുറേ ഗെയിംസൊക്കെ കളിച്ചു എന്നാണ് അർട്ടേറ്റ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. സോ ആകെയുള്ളൊരു മിസ്സ് നമ്മുടെ ഗാബ്രിയേൽ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ടീമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ലൈനപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ, റായ, ടിംബർ, സലീബ, മൊസ്കേറ, ഹിൻകപ്പിക്ക് വരെ മൊസ്കേര ആൻഡ് ഹിൻകപ്പി ഓൺ ദ ലെഫ്റ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഡിഫെൻസീവ്ലി നല്ല സോളിഡ് ആയിരിക്കണം നാളത്തെ ഗെയിമിൽ. അല്ല, ഈ കാലഫിയോറിനെ വെക്കുവാണെങ്കിൽ ഈസ് മോർ റിലാക്സ്. അത്ര ഡിഫെൻസീവ് മോശമെന്നല്ല പറയുന്നത്, ബട്ട് MLS ആലോചിക്കുക പോലും വേണ്ട നാളത്തെ ഗെയിമിൽ. കാലഫിയോറി ഓർ ഹിൻകപ്പി ഇതായിരിക്കണം നാളത്തെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവേണ്ടത്. ഓഫ് കോഴ്സ്, ഫോർ ഷുവർ. ഐ തിങ്ക് യു ഗൈസ് വിൽ എഗ്രി വിത്ത് മീ. മിഡിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്ട്രോങ് ആൾക്കാർ ഡെക്ലൻ റൈസും സുബമിൻ്റെയും. സെൻട്രലിലേക്ക് വരുമ്പം നമുക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട. എസയുടെ ആ ഒരു ഫ്ലോയിങ് ഫോം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇറ്റ് ഷുഡ് ബി എസെ. ഇനിയാണ് കോൺട്രവേഴ്ഷ്യലായിട്ട് ചിലപ്പം ഞാൻ പറയാൻ പോകുന്ന റൈറ്റിൽ, ഇഫ് യു ആസ്ക് മീ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണെങ്കിൽ ഞാൻ നോനീനെ കളിപ്പിക്കും. കാരണം സാക്ക ഒരുപാട് പ്രാവശ്യം കുക്കറയുടെ പോക്കറ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും സാക്ക കുക്കറയുടെ പോക്കറ്റിലായിരുന്നു. കുക്കറയ്ക്ക് ഹീ നോസ് എക്സാക്ട്ലി, കുക്കറയ്ക്ക് അറിയാം എങ്ങനെ സാക്കനെ ബ്ലോക്ക് ചെയ്യണമെന്ന്, എങ്ങനെ പോക്കറ്റിലാക്കണമെന്ന്. കുക്കറെ അരച്ച് കലക്കി കുടിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ സാക്കനെ. സോ ഇഫ് യു ആസ്ക് മീ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ അനുസരിച്ചിട്ട് നോനീനെ കളിപ്പിക്കുന്നതായിരിക്കും അവിടെ ബെറ്റർ. ബിക്കോസ് പഴയ ടീംമേറ്റ്, അതിൻ്റെ ഒരു പരിചിതം ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇറ്റ് വിൽ ബി ദെയർ. ആൻഡ് കഴിഞ്ഞ കളിയൊക്കെ ഈസ് ഗുഡ്, ഈസ് ഗ്രേറ്റ് മാൻ, ഈസ് ഗ്രേറ്റ്. സോ വൈ നോട്ട് നോനീനെ കളിപ്പിക്കാം ഇൻസ്റ്റെഡ് ഓഫ് സാക്ക. ഇഫ് യു ആസ്ക് മീ, നോനീനെ കളിപ്പിക്കണം. ആൻഡ് ഹീ വിൽ പ്രൂവ്. കാരണം പഴയ ക്ലബ്ബാണ്, ഹീ വിൽ ബി ലുക്കിംഗ് ടു പ്രൂവ്. ഇതാണ് എൻ്റെ അഭിപ്രായം. സാക്കനെ നാളത്തെ കളി ഡ്രോപ്പ് ചെയ്യുക, നോനീനെ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഐ നോ ഒരുപാട് പേര് മേ ബി ദേ വിൽ ഡിസഗ്രി വിത്ത് മീ. ഇറ്റ്സ് ഓക്കെ, ഇതൊരു ഡിസ്കഷൻ ആണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. പിന്നെ ലെഫ്റ്റിലേക്ക് വരുമ്പം ട്രൊസാർഡ് ഇഞ്ചേർഡ് ആണ്. ദാറ്റ്സ് എ ബിഗ് ലോസ് എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് നല്ലൊരു ഫോം പിക്കപ്പ് ചെയ്ത് വരുമായിരുന്നു ട്രൊസാർഡ്. നല്ല ടെക്നിക്കലി നല്ല രസമായിരുന്നു ട്രൊസാർഡിൻ്റെ കളി. നമ്മുടെ ടോട്ടൻഹാമിനെതിരെ കളി, ഓഫ് മാൻ, ഇറ്റ് വാസ് ബ്രില്യൻ, ബ്യൂട്ടിഫുൾ ഗെയിം ആയിരുന്നു ട്രൊസാർഡിൻ്റെ. സോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇടയ്ക്ക് വരും. പക്ഷേ ആ ഇഞ്ചുറി അത്ര സീരിയസ് അല്ലെന്നാണ് അർട്ടേറ്റ പറയുന്നത്. സോ ദാറ്റ്സ് ഗുഡ് ന്യൂസ്. ഹി വിൽ ബി ബാക്ക് സൂൺ. അവിടെ ഞാൻ മാർട്ടിനെല്ലി ചെയ്യുന്ന ആളെ കളിപ്പിക്കത്തില്ല. ഓഫ് കോഴ്സ് യെസ്, ഗോളൊക്കെ സ്കോർ ചെയ്തു, നല്ല കാര്യം. ബട്ട് അവിടെ എനിക്കൊരു ഓപ്ഷൻ തരുവാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഞാൻ ഈത്തൻ വെനീറിനെ കളിപ്പിക്കും. സെൻട്രൽ കൈ ഫിറ്റാണെങ്കിൽ കൈ, ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഫോൾസ് നമ്പർ 9 മെറീനോനെ നമുക്ക് കളിപ്പിക്കാം. സോ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. അർട്ടേറ്റ ട്രസ്റ്റ് സാക്ക സോ മച്ച്. സോ സാക്ക തന്നെ അവിടെ സ്റ്റാർട്ടാവും. ലെഫ്റ്റിൽ ചിലപ്പം മാർട്ടിനെല്ലിക്ക് പകരം നോനീനെ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും സാധ്യത. സാക്ക നോനി എന്നുള്ളൊരു പരിപാടിയായിരിക്കും. ദെൻ ഫ്രണ്ടിൽ കൈനെ ഇറക്കാൻ സാധ്യതയില്ല. ഇറ്റ് വിൽ ബി നമ്മുടെ മെറീനോ. കാരണം 100% ഫിറ്റ് അല്ലല്ലോ കൈ. ആക്ച്വലി ഫിറ്റ് ആണെങ്കിൽ 100% ഫിറ്റ്, ഹി ക്യാൻ സ്റ്റാർട്ട്. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇഫ് യു ആസ്ക് മീ കൈനെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം കൈ കഴിഞ്ഞ പ്രാവശ്യം വെൻ ഹി ഫേസ് ചെൽസി 2 ഗോൾ അടിച്ചതാണ്. സോ ലെറ്റ്സ് നോട്ട് ഫർഗെറ്റ് ദാറ്റ്. സോ പുള്ളിയും ഹി വിൽ ബി ദെയർ ടു പ്രൂവ് എഗെയിൻ. ഏതാ 60 million down the drain. ആ സാധനം പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധനം കാണും എന്തായാലും.
നോനിക്ക് ചാൻസ് കൊടുക്കണം. കൈക്ക് ചാൻസ് കൊടുത്തില്ലെങ്കിലും നോനിക്ക് 100% ചാൻസ് കൊടുക്കണം. ആ ഒരു പേഴ്സണൽ സാധനം അകത്ത് കിടപ്പുണ്ട്. അത് മാക്സിമം അർട്ടറ്റ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. സോ ഐ ഹാവ് എ ഹഞ്ച് നോനി വിൽ സ്റ്റാർട്ട് ദിസ് ഗെയിം എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സോ ലുക്കിംഗ് അറ്റ് ദിസ് ഗെയിം എന്താ പറയുന്നത്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഗെയിം ടു പ്രെഡിക്റ്റ്. പക്ഷേ എന്നാൽ പോലും ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഐ ഫീൽ ലൈക്ക് ആർസണൽ വിൽ വിൻ ദിസ് ഗെയിം. എഗെയിൻ ഈ കളിയിൽ നമ്മൾ ക്ലീൻ ഷീറ്റ് വെക്കത്തില്ല. ബിക്കോസ് ചെൽസി ആർ ടു ഗുഡ് വെൻ ഇറ്റ് കംസ് ടു അറ്റാക്കിംഗ്. ടൈറ്റ് ഗെയിം ആയിരിക്കും. യെസ്, ബാക്ക് ആൻഡ് ഫോർത്ത് ഗെയിം തന്നെ ആയിരിക്കും. ഒരിക്കലും അർട്ടറ്റ 2 കളി നല്ല വൃത്തിക്ക് കളിച്ചിട്ട് ഈ കളിയിൽ പെട്ടെന്ന് അങ്ങ് ഡിഫെൻസീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, വിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കഴിഞ്ഞ 2 കളിയും നല്ല എന്താ പറയുന്നത്, ഓപ്പണായിട്ട് കളിച്ച് തന്നെയാണ്, ഡിഫെൻസീവ് അല്ലാതെ ഓപ്പണായിട്ട് കളിച്ച് തന്നെയാണ് കഴിഞ്ഞ 2 കളിയും ജയിച്ചത്. സോ ഐ ഫീൽ ലൈക്ക് ഈ കളിയും അർട്ടറ്റ ആ കഴിഞ്ഞ 2 കളി അങ്ങനെ കളിച്ചോ അതുപോലെ തന്നെ ആയിരിക്കും ടാക്ടിക്കലി സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് ഐ ഫീൽ. സോ അതുകൊണ്ട് തന്നെ ഗോൾസ് കാണും ഈ കളിയിൽ ഫോർ ഷുവർ. ഒരു ഹൈ സ്കോറിങ് ഗെയിമാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. എഗെയിൻ ഒരു 3-1 ഇല്ലെ 3-2 ആർസണലാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഐ കനോട്ട് വെയിറ്റ് ഫോർ ദിസ് ഗെയിം. ഓഫ് കോഴ്സ് ഞാൻ വാച്ചിലോങ്ങ് പോകുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഐ റിയലി വിഷ് ആർസണൽ വിൻ ദിസ് ഗെയിം. കാരണം ആ ഒരു ഹെൽത്തി ഗ്യാപ്പ് ഇടുന്ന ആ ഒരു ദിവസത്തിലേക്ക് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഐ റിയലി ഹോപ്പ് ആർസണൽ ബോട്ടിൽ ചെയ്യാതിരിക്കട്ടെ. ഇതുപോലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇനി വേറെ ഇല്ല. സ്ക്വാഡും ഫിറ്റ്, എല്ലാം ഫിറ്റ്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. കം ഓൺ ആർസണൽ, ലെറ്റ്സ് ഡു ഇറ്റ്.